ഹായ്. ഇന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഹോസ്റ്റലിലായിരുന്ന കാലം, പഠിക്കുന്ന സമയം ഹോസ്റ്റലിലായിരുന്ന കാലം, എക്സാം അടുത്ത് വന്നു. അപ്പം നമുക്ക് സ്റ്റഡി ലീവൊക്കെ കിട്ടിയിരിക്കുകയാണ്. പഠിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നു. ചിലരൊക്കെ കളിച്ച് നടക്കുന്നു. അപ്പം ഞാനും പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആദ്യം ചെയ്ത പരിപാടി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, ബെഡൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വിരിച്ചിട്ടു, അലക്കാനുള്ള ഡ്രസ്സൊക്കെ കുറച്ചൊക്കെ അലക്കാനുള്ളത് മാറ്റി വെച്ചു, ഒന്ന് കുളിച്ചു, ഫ്രഷായി വന്നു, പുതിയ ഫ്രഷായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടു, പെന്നും പേപ്പറും എല്ലാം എടുത്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ടേബിളിൻ്റെ മുന്നിലെത്തി പഠിക്കാൻ മാത്രം തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഒരു ഗെയിം കളിച്ച് തുടങ്ങാം. കുഴപ്പമില്ല, ഒരു ഗെയിം വേണമെങ്കിൽ കളിക്കാം. അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അത് കണ്ടതിന് ശേഷം പഠിക്കാം. ആൻഡ് പിന്നെന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. പഠിച്ചില്ല. ഇതിൻ്റെ പേര് മടി എന്നായിരുന്നില്ല, ഇതിൻ്റെ പേരാണ് ADHD. നമ്മളെല്ലാം ചെയ്യും, അവനവനെ ചെയ്യേണ്ട കാര്യം എന്താണോ അതൊഴിച്ച് എല്ലാം ചെയ്യും. നമ്മളിന്ന് പറയുന്നത് ഒരു ADHD ഉള്ള വ്യക്തിയെ എങ്ങനെയാണ് ADHD ബാധിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അറ്റൻഷൻ, ഇമ്പൾസ് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട്, ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഡെയിലിയുള്ള നമ്മുടെ പഠനം, ജോലി, ഡെയിലി ലൈഫിലുള്ള മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്. ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഡയറക്ഷൻസ് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ CEO ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു CEOയുടെ ജോലി എന്താണ്? പ്ലാൻ ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്യിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോളിലാക്കിയിട്ട് ഇമോഷൻസിനൊക്കെ കൺട്രോൾ വരുത്തി വെക്കുക. ആൻഡ് ഒരു ADHD ഉള്ള ആളുടെ CEO എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൂടെ മുന്നിൽ കണ്ടിട്ട് അന്താളിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കോഫി ബ്രേക്ക് എടുത്തിട്ട് മൂപ്പര് മാറി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്ങിൽ പ്രശ്നങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ചെയ്യാനുണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒരു ADHDർക്ക് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മളെ ബാധിക്കുന്ന അടുത്തൊരു സംഭവമാണ് വർക്കിംഗ് മെമ്മറി. എന്താണ് വർക്കിംഗ് മെമ്മറി? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ഓർമ്മയിലിരിക്കുന്ന സാധനങ്ങൾ റീകളക്ട് ചെയ്തെടുത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം മുന്നിൽ വെക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആവശ്യമുള്ളത് മാത്രം ഓർത്തെടുത്ത് കംപ്ലീറ്റ് ആക്കി അതിനനുസരിച്ചിട്ട് നമ്മുടെ ബുദ്ധിയെ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ തലച്ചോറിലുള്ള നമ്മൾ പറയുന്ന നമ്മുടെ ഹാർഡ് ഡിസ്കിൽ പോലെ നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് നമുക്കൊരു റാൻഡം ആക്സസ് മെമ്മറി, RAM ആയിട്ട് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ റാമിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന നമ്മുടെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. ഒരു ADHD ഉള്ള ആളുടെ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 47 ടാബുകൾ അല്ലെങ്കിൽ 50 ടാബുകളൊക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇതിലേതാണ് അവനവന് വേണ്ട ഓപ്പൺ ആക്കി വെച്ച് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന സാധനം എന്ന് കൃത്യമായിട്ട് അറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മളൊരു ടാസ്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങും, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്തിലേക്ക് പോകും, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊന്നിലേക്ക് പോകും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അന്ന് തീർക്കേണ്ടത് എന്താണോ അല്ലെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടത് എന്താണോ അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും തൊട്ടും തലോടിയും പകുതിക്ക് വെച്ച് ചെയ്തും ഒക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. വർക്കിംഗ് മെമ്മറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമിന് പഠിക്കുക എന്ന് ഞാൻ ഫോക്കസ് ചെയ്യേണ്ട യഥാർത്ഥ കാര്യത്തിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് കുറച്ചും കൂടെ സ്റ്റിമുലേഷൻസ് കൂടുതൽ കിട്ടുന്ന ഗെയിം കാണുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുക എന്നുള്ള കുറച്ചുകൂടെ സ്റ്റിമുലേഷൻ കൂടുതൽ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതിലേക്ക് ഫോക്കസ് തിരിച്ച് കൊണ്ടുവരിക, എനിക്ക് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ആ ഒരു ആക്റ്റീവ് വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് പഠിക്കുക എന്നുള്ള ആ ഒരു കാര്യം ഡിസപ്പിയർ ചെയ്ത് പോകും പതിയെ. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പഠിക്കാനിരിക്കുന്ന ആ സിറ്റുവേഷനിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ADHDയുടെ സിംറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ടാസ്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ടാസ്ക് പഠിക്കുക എന്നുള്ള ആ കാര്യം തുടങ്ങാൻ, ടാസ്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് ഞാനിവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് എഫേർട്ട് തരുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കംഫർട്ട് തരുന്ന പഠിക്കുക എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ലോഡ് കൂടുതലുള്ള ഒരു ടാസ്ക്. ആ ടാസ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ഡിസ്കംഫർട്ടിനെ മറികടക്കാൻ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊന്ന് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യട്ടെ അതിനുശേഷം പഠിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് രണ്ടാമത്തെ
ഈ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നത് നമ്മൾ ഒരു ADHD ഫേസ് ചെയ്യുന്ന അടുത്ത പ്രശ്നം വർക്കിംഗ് മെമ്മറിയിലും അതേപോലെ തന്നെ ഫോക്കസ് ഡ്രിഫ്റ്റിലും വരുന്നൊരു പ്രശ്നമാണ് അടുത്തത്. ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗെയിമിങ്ങിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലേക്കോ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചുകൂടെ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്താണോ നമ്മൾ ഒറിജിനൽ പ്ലാൻ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഒറിജിനലി ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് തിരിച്ച് വരാനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ ആക്റ്റീവ് മെമ്മറിയിൽ നിന്ന് പഠിക്കുക എന്നുള്ള സംഭവം ഡിസപ്പിയർ ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ. അടുത്ത ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇമോഷണൽ സെൽഫ് റെഗുലേഷനാണ്. ഒരു ADHD ഉള്ള ഒരാൾക്ക് ഒരു ഇമോഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മുടെ ചെവിയിൽ വന്നിരുന്ന് പതിയെ മന്ത്രിക്കുകയായിരിക്കില്ല. ആക്ച്വലി ദേ സ്ക്രീം, അലമുറയിട്ട് കരയുന്ന ഇമോഷൻസാണ്. ഇത് ഓരോ ഇമോഷനും, സന്തോഷമാണെങ്കിൽ സങ്കടമാണെങ്കിൽ ദേഷ്യമാണെങ്കിലും എല്ലാം അലമുറയിട്ട് കരയുന്ന തരത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ചെറിയ റിജക്ഷൻ വരിക എന്ന് വിചാരിക്കുക, നമ്മൾ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയി പോകും മിക്കവാറും. അതുപോലെ തന്നെ ഒരു ബാഡ് മെമ്മറി, എന്തെങ്കിലും ഒരു ബാഡ് മൊമെൻ്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസമേ നശിച്ചു പോകും. അന്നത്തെ ദിവസം മൊത്തം ആ ഒരു ബാഡ് മെമ്മറിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചാൽ അതും ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിട്ട്, വേറെ ആരെക്കാളും കൂടുതൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹാപ്പി ആയിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഹാപ്പിനെസ്സിൻ്റെ പുറകെ വരുന്ന ക്രാഷ്, അതായത് നോർമൽസിലേക്കുള്ള ആ ഒരു ക്രാഷ് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. പെട്ടെന്നായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്ന അതേ വ്യക്തി തന്നെ പെട്ടെന്നായിരിക്കും എല്ലാ സന്തോഷവും നിന്നിട്ട് ഒരു നോർമലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് സങ്കടപ്പെട്ടോ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നത്. ADHD ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എൻ ഇൻവിസിബിൾ സ്ട്രഗിൾ. പുറത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റാത്തൊരു തരത്തിലുള്ള സ്ട്രഗിൾ ഉണ്ട്. പുറത്തുള്ള ആളുകളെ കാണുന്ന സമയത്ത് അവർ പറയുന്നത് അവൻ ചെറുതായിട്ടൊന്ന് മടി പിടിച്ചിരിക്കുകയാണ്, അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, അതാണ് അവൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അവളുടെ പ്രശ്നം എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഒരു ADHDയുടെ തലയ്ക്കുള്ളിൽ എന്ന് പറയുന്നത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും എൻ്റെ തലച്ചോറ് എന്തൊക്കെ ചെയ്യാൻ, എൻ്റെ ബ്രെയിൻ എന്തൊക്കെ ചെയ്യാൻ എന്നെ സമ്മതിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ളവർക്കത് കാണാൻ പറ്റില്ല. ഇപ്പം എനിക്കറിയാം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. ADHD doesn't make me broken. It makes me different. And that's okay.